വൈകിട്ട് കാണിക്കുന്ന പരിപാടി നോക്കിക്കേ. നിക്ക് മക്കളെ ഇപ്പഴേ മാറ്റല്ലേ, ആ വാർത്ത ഒന്ന് കണ്ടു തരട്ടെ. അമ്മണി അമ്മണി അയ്യോ അമ്മ വന്നിട്ടൊന്ന് അമ്മണി പറഞ്ഞിട്ടായിരുന്നു ഇവിടെ വന്നിരുന്നത്. നല്ല ആളാ കേട്ടോ. ദേ ഇവിടെ വന്നിരുന്ന ടി വി ആണ്. എന്താ അമ്മണി നീ ഇവിടെ വന്നിരിക്കുന്നേ? രാത്രി ആയില്ലേ? ഇത്ര സമയമായില്ലേ? എന്റെ പൊന്നു ശാന്ത, നീ എല്ലാം അറിഞ്ഞോ ഇവിടെ നടന്ന കാര്യമല്ലേ? ഇവിടെ ആണെങ്കിൽ 2 സൈറൻ ഹെഡിന് ടി വി ഒക്കെ നമ്മുടെ പറമ്പിൽ വന്ന്. നിങ്ങളെന്തേ പറഞ്ഞു? സൈറൻ ഹെഡിന് ടി വിയോ? ഇവരുടെ പറമ്പിനകത്താങ്കി ഇരിക്കുവായിരുന്നു. ഞങ്ങളൊക്കെ കണ്ട് പേടിച്ചോടി. അയ്യോ, ഞാൻ ആ വഴിയൊന്നും ഇങ്ങോട്ട് വന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അമ്മണിയോട് നിങ്ങൾ അമ്മയെ വിളിച്ച് പറയാന്ന്. സൈറൻ ഹെഡിന് കാര്യം വാർത്തയിലും വന്നോ? വാർത്തയിലൊന്നും വന്നൊന്നുമില്ല. വാ അമ്മണി വാ, പോകാം, വീട്ടിലോട്ട് പോകാം. ഞാൻ ഒറ്റയ്ക്കല്ലേ അമ്മണി അത് ഇങ്ങോട്ട് വന്നത്. നമുക്ക് തിരിച്ചു പോവാ, ഞാനുണ്ടല്ലോ കൂടെ. അപ്പൊ പിന്നെ എന്റെ കാര്യം എനിക്ക് പേടിയില്ല. ഞാനത് കേട്ടിട്ട് തന്നെ പേടിച്ചിരിക്കുക. എന്നാ ഒരു കാര്യം ചെയ്യാം ശാന്തേച്ചി, ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. ആ അത് ശരിയാ, വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഇവർ 2 പേരെ അവിടെ വീട്ടിലാക്കിയിട്ട് പോരാം. പേടിക്കണ്ട മോളെ, ഞങ്ങളും കൂടെ അങ്ങോട്ട് വരാം. മോനെ അമ്മണി അടിക്കുക ചെയ്യല്ലേ? യു ചന്ദ്രചേട്ടൻ എന്റെ രാത്രി ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നത് എന്താ? വയലിലെ ജോലി കഴിഞ്ഞപ്പോഴത്തേക്ക് ആകപ്പാടെ അങ്ങ് ക്ഷീണിച്ച്. ഇപ്പൊ പിന്നെ മഴയും തണുപ്പൊക്കെ ഇല്ലയോ, അതാ തീ കായുന്നു ഇവിടെ ഇരുന്ന്. അതിരിക്കട്ടെ, രാത്രി എല്ലാരും കൂടെ എങ്ങോട്ടാ? ഓ, ഞാനും അമ്മണിയും കൂടെ എന്റെ വീട്ടിലോട്ട് പോകുമായിരുന്നു. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി, അതുകൊണ്ട് ഇവരും കൂടെ ഞങ്ങളോട് വന്നതാ. ആ പിന്നെ ഒരു കാര്യം ചോദിക്കാനായിരുന്നു, നിങ്ങളുടെ പറമ്പില്ലേ അവിടെ 2 തീ ഫിറ്റ് ചെയ്തേക്കുന്നു ഞാൻ കണ്ട്. അതെന്തോ അത് പുതിയ സംഭവം? അയ്യോ, ചന്ദ്രചേട്ടനും കണ്ടോ? ഞാൻ ഇവരുടെ ആ പറമ്പ് വഴിയാണല്ലോ പോയത്, എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാനതാ ഒന്നാമത് ഇവിടെ ഇരിപ്പുറപ്പിച്ചത്. ഇവിടെ ദൂരെ നിന്ന് ടി വി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ടി വിയിലെങ്കിലും ഒന്നും കാണുന്നില്ല. ഒരാൾ മാത്രം എന്തോ ഡാൻസ് ചെയ്യുന്നു. സൈറൻ ഹെഡോ? ആ അതെ ചന്ദ്രചേട്ടാ, അത് പേടിക്കേണ്ട കാര്യം ഇത്. ചേട്ടനെങ്കിൽ അങ്ങ് വീട്ടിലോട്ട് പോകും നോക്ക്. ഇവിടെ നിൽക്കുന്ന അത്ര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അയ്യോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനെന്നാ പെട്ടെന്ന് വീട്ടിലോട്ട് പോകട്ടെ. എനിക്ക് ആകപ്പാടെ പേടിയാവുന്നു കേട്ടിട്ട് തന്നെ. ആ മനുഷ്യന് ടി വി കാണാൻ കണ്ട സ്ഥലം. എവിടെയാണ് നമ്മൾ വന്ന് വെട്ടേക്കുന്നത്? വഴി തെറ്റിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ഈ അമ്മണിയാ പറഞ്ഞു ഈ വഴി വരാന്. മറ്റേ വഴി വന്നിട്ട് ഇപ്പൊ എന്തായി? എവിടെ എത്തിയതിപ്പോ? നമ്മുടെ വീടിപ്പോ എവിടെ അടി? എനിക്കറിയാമോ ഇപ്പം. ഷോ, ആകെ പാടെ പെട്ടല്ലോ ചേച്ചി. ആ വഴി നമ്മൾ ഇതുവരെ പോയിട്ടില്ലല്ലോ. അമ്മണി മോള് പറയുന്നതിനും കാര്യമുണ്ട്. അതുവഴി വന്നു കഴിഞ്ഞാൽ സൈറൻ പിടിക്കുമ്പോഴല്ലേ അതുവഴി വരാഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് അവന്റെ ആനയും പുലിയും സിംഹം മിണ്ടാന്നിരുന്നേ. സത്യം പറഞ്ഞു ഇത് വലിയ കാട് തന്നെ. അവൻ പറഞ്ഞ വല്ല പുലിയും കടുവയൊക്കെ കാണുമെന്തോ. നമുക്ക് എന്തായാലും സമയം കാണാതെ ശാന്തേച്ചിന് വീട്ടിലോട്ട് പോകാനുള്ള വഴി നോക്കാം. എടിതേ ഇതുവഴി അങ്ങോട്ടൊരു വഴി എടുക്കാം, അതുവഴി പോയി നോക്കിയാലോ? നോക്കാം, വേറെ വഴിയൊന്നും കാണുന്നില്ലല്ലോ. ആ ഒരു വഴിയല്ലേ ഉണ്ട് ഇവിടെ. എന്തായാലും അതുവഴി പോകാം. ഞാനും സൗണ്ട് കേട്ടു പുലിയുടെ. ഞാൻ ചെറുതായിട്ട് കേട്ടി സൗണ്ട്, പക്ഷെ ഞാൻ പുലിയുടെ എന്ന് വിചാരിച്ചില്ല. മോളെ കണ്ടെന്ന് പറഞ്ഞ സത്യം തന്നെയാണോ? ശരിയാ, കുട്ടുവൻ പറഞ്ഞത് സത്യമായിരുന്നു. ഇവിടെ പുലി ഉണ്ടെന്നുള്ള കാര്യം. അയ്യോ, ദേ കൊറേ മനുഷ്യർ ഇവിടെ നിൽക്കുന്നത് കാട്ടില്. നിങ്ങൾ ആരാ? ഈ കാട്ടിലുള്ള ആളാണോ? ഞങ്ങളെന്നെ ഉപദ്രവിക്കുകയും ചെയ്യല്ലേ? ഞങ്ങളെങ്കിൽ വഴിതെറ്റി വന്നവരാ. ഓ പാവങ്ങള്, നിങ്ങൾ വഴിതെറ്റിയാന്നോ വന്നത്? അയ്യോ, ഈ കൊടുങ്ങാട്ട് ഈ പാതിരാത്രിക്ക് നിങ്ങൾ വന്നു പെട്ടല്ലോ. ഇവിടെ എങ്കിൽ സിംഹവും പുലി ആനയൊക്കെ ഉള്ള കാടാ ഇത്. ഇപ്പൊ മോളാണെങ്കിൽ പുലിയെ കണ്ടതേ ഉള്ളൂ.
അത് കൊള്ളാം. അമ്മ പറഞ്ഞില്ലെന്ന് അല്ലേ? മോൻ പറഞ്ഞു പുലിയും സിംഹം എല്ലാം ഉണ്ടെന്ന്. കാടായി കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഇല്ലാതിരിക്കുവോ? ഞാൻ ഇല്ലെന്നൊന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു ഇങ്ങനെ സിംഹവും പുലിയും ആനയൊക്കെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഇപ്പം എന്തായാലും കൺഫേം ആയി ആ പുലിയെ കണ്ടപ്പോഴത്തേക്ക്. ഇവിടേക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ പുലിക്കൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് കാണാൻ പറ്റും നിങ്ങളുടെ ഈ കളർ ഡ്രസ്സ്. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു കാര്യം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാം. ഈ ആദിവാസിയായിട്ട് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കേട്ടോ. നീ ഇത് മിണ്ടായിരിക്കും, അയാൾ പറഞ്ഞു കേട്ടെ. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാനേ ഒരു കറുത്ത കളറിൽ ഡ്രസ്സ് തരാം. അതാകുമ്പോഴത്തേക്കേ ഈ പുലിയും സിംഹവും ആനയ്ക്കോ നിങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, നിങ്ങളെങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നുണ്ടെന്ന് തോന്നില്ലേ? നിങ്ങൾ ഈ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ? പിന്നെ എങ്ങനെ ഈ ഇംഗ്ലീഷൊക്കെ അറിയാം നന്നായിട്ട്? അയ്യോ, ഞാൻ കാട്ടിൽ താമസിക്കുന്ന ആളൊന്നും അല്ല. ഞാൻ റേഞ്ച് ഓഫീസറാ. ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ആദിവാസി അതേ പറയത്തുള്ളൂല്ലേടി. പോടി, അങ്ങനെയൊക്കെ കളിയാക്കാതെ ആദിവാസികളെ. എന്താ അവർക്ക് എന്ത് കുഴപ്പം? ഉണ്ടാക്കിയോടെ. കുട്ടുമോൻ ഇച്ചിരി കുറുമ്പ് കൂടുന്നുണ്ടെന്ന് മിണ്ടായിരിക്കും മോനെ. നിന്റെ ബഹളം കേട്ട് ആനയും പുലിയും ഓടി വരും കേട്ടോ. മോളെ അവന് വായിന്ന് വിട്. നീ കയ്യിൽ നിന്ന് പൊത്തി പിടിച്ചതെന്നാണ് അവൻ കരയുന്നത്. സമയം കളയാനില്ല. നമുക്ക് എന്തായാലും കറുത്ത ഡ്രസ്സ് ഈ പുള്ളിയോട് വാങ്ങിച്ചിടാം. മോനെ കരച്ച് ചേർത്തിക്കേ. സാറേ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊന്ന് കറുത്ത ഡ്രസ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ? മോന് ദാഹിക്കുന്നുണ്ടടാ. ഇക്കളിടുന്നല്ലോ. അല്ല മോൻ, അല്ല, എനിക്ക് എന്ത് പാടാ ഈ കൂട്ടുമോന്? അവന് വെള്ളവും കാര്യങ്ങളൊക്കെ തരാം. നിങ്ങൾ എന്തായാലും പെട്ടെന്ന് വാ. ഇപ്പൊ എന്തായാലും നമ്മളെ ദൂരം നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കത്തില്ല. പക്ഷെ നമ്മൾ എത്ര നേരം ഒന്നിച്ചിട്ടാ ഇവിടെ നിൽക്കുന്നത് ഈ പെരുവഴിയില്? അത് നിങ്ങൾ ഭയക്കണ്ട. എനിക്ക് അതിന് റേഞ്ച് ഓഫീസർ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അങ്ങനെ ഒരു ആന കയറി ഇടിച്ചെല്ലാം തകർത്ത് കളഞ്ഞ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിന് ഒരു ഏർമാടം കെട്ടിയാണ് കിടക്കുന്നത്. അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വഴി കൂടെ പോയപ്പോഴേ ഒരു ഗുഹ ഉണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ എന്തായാലും തൽക്കാലം ആ ഗുഹയ്ക്കകത്തോട്ട് കയറ്റാം കേട്ടോ. നിങ്ങൾ ആ ഗുഹയ്ക്കകത്ത് കിടന്നുറങ്ങ്. നേരം വെളുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോകാമല്ലോ. മോനെ, അത് എൻ്റെ യൂണിഫോം ഒക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കും. ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് രാത്രി നടന്നു കഴിഞ്ഞാലേ ഈ പറഞ്ഞ പോലെ ആനയും പുലിയൊക്കെ എന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സാറിനെ പെട്ടെന്ന് അതാ തിരിച്ചറിയാൻ പറ്റാഞ്ഞത്. ഒരു റേഞ്ച് ഓഫീസറാണെന്നേ. സാറ് യൂണിഫോം ഇല്ലാതെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഗുഹയിലോട്ട് പോകാം. ഈ ഗുഹ നല്ല സേഫ്റ്റി കേട്ടോ. നിങ്ങൾ ഇവിടെ കഴിഞ്ഞോ? പക്ഷെ നിങ്ങൾ ആ കറുത്ത ഡ്രസ്സ് ഊരി കളയേണ്ട ആവശ്യമില്ല. ഗുഹയ്ക്കകത്ത് കയറുന്ന വെച്ചിട്ട്. സാറ് പിന്നെ നമ്മൾ ഇതിനകത്തിരിക്കുന്നുണ്ട് ആരും കാണാൻ വരുന്നില്ലല്ലോ. ഗുഹയ്ക്കകത്ത് കയറിയില്ലേ? ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് ഇറങ്ങാം. എന്റെ ദൈവമേ, ആ ഫയർ ഹെഡ് പിന്നെ ഇവിടെ വന്ന് തോന്നല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? നമ്മളെന്തായാലും ഗുഹയ്ക്കകത്ത് നിൽക്കുമല്ലയോ? അനങ്ങണ്ട. ഇതിനെന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഗുഹ തന്നെ. അല്ല, എന്താ സംഭവം? സൈറൻ ഹെഡോ? സാറേ, അത് വലിയൊരു കഥയാണ്. ഫയർ ഹെഡായി ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു. അതും ടി വി ആയിട്ട്. ഒരു ടി വിയുടെ രൂപത്തിൽ. ആ ടി വിക്കകത്ത് ഈ ഫയർ ഹെഡ് കിടന്ന് തുള്ളി കളിക്കുന്നത് ഞങ്ങൾ കണ്ടത്. അത് കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചായി ശാന്തേച്ചി ആയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ വേറെ വഴിക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ ഈ വഴി തെറ്റി ഇവിടെ ബന്ധിപ്പെട്ടത്. സൈറൻ ഹെഡ് അവൻ എന്നെ കുറെ ദ്രോഹിച്ചതാ. ഞാൻ അവനിട്ട് ഞാൻ പണി കൊടുക്കാം. അവനെ ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. അയ്യോ, എന്റെ അടുത്താ കളി അവന്റെ. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ച സാധനത്തിന് സാറിന് വെടിവെച്ചിട്ടേക്കുന്നത്. ഇതിനെ പേടിച്ചില്ലേ നമ്മൾ ഇവിടെ വരെ എത്തിപ്പെട്ടത്. സാർ എന്തായാലും ആള് പുലി തന്നെ കേട്ടോ. ഇവനെ ഞാൻ കുറെ നാളോട്ട് നോട്ടം ഇട്ട് വെച്ചിരുന്നതാ. എന്നെ കുറെ നാൾ ശല്യം ചെയ്തതാ. ഇപ്പോഴാണ് എനിക്ക് അവസരം കിട്ടിയത്. ഇനിയിപ്പോ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്ത് നാളെ രാവിലെ പോകാൻ ഇവിടുന്ന്. രാവിലെ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് ആ റോഡിലോട്ട് വിട്ടേക്കാം നിങ്ങളെ. അപ്പൊ ഞങ്ങൾ ഇനി രാത്രി ഇവിടെ തങ്ങാം അല്ലേ? സാറിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. ആ, ഓക്കെ.